കോവിഡ് വാക്സിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആസ്ട്രാസെനക്ക എന്ന കമ്പനി തന്നെ സമ്മതിക്കുകയാണ് നമ്മൾ കോവിഡ് സമയത്ത് ഉപയോഗിച്ച പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ചില പാർശ്വഫലങ്ങൾ ഉണ്ടായെന്ന്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും ഇത് ചില സമയങ്ങളിൽ കാരണമാകുന്നു എന്ന കമ്പനി ഒരു തുറന്ന് സമ്മതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇത് ചിലരിലെങ്കിലും വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? കാരണം നമ്മൾ വളരെ കോമണായി ഉപയോഗിച്ച വാക്സിനാണ് ആ സമയത്ത്. അല്ല, ഈ ആസ്ട്രാസെനക്ക കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി പരിശോധിച്ചാലും ഇത് ഈ വാക്സിൻ എടുത്ത മുഴുവൻ ആളുകളും ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള നിലയ്ക്കല്ല. മറിച്ച് അപൂർവമായ സാഹചര്യങ്ങളിൽ ഇത് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയ്ക്കാം, മസ്തിഷ്കാഘാതം ഉണ്ടാക്കാം, നിലവിലുള്ള രോഗത്തിൻ്റെ അവസ്ഥ കൂട്ടാനൊക്കെ ഒരു പക്ഷേ പ്രേരകമായേക്കാം എന്ന് അവർ മൊഴി കൊടുക്കുകയാണ്. അത് ലോകത്തെല്ലാ മെഡിസിനും ആ നിലയ്ക്കുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന വിമർശനം കേട്ടുള്ളവയോ പ്രൂവ് ചെയ്യപ്പെട്ടുള്ളവയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വാക്സിൻ ഡ്രൈവ് അല്ലെങ്കിൽ വാക്സിനുകളുമായി ബന്ധപ്പെട്ട ഗവേഷണം, വാക്സിനുകളുടെ ഫലപ്രാപ്തി എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് സംസാരിച്ചു. ഡോക്ടർ ബി ഇക്ബാലൊക്കെ എഴുതിയ കുറിപ്പുകളൊക്കെ വായിച്ചു. അപ്പോൾ അവരെല്ലാവരും പൊതുവായ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ കോവിഷീൽഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ കോവിഷീൽഡ് വാക്സിൻ ഇവിടുത്തെ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശോധിച്ച് ബോധ്യപ്പെട്ടതാണ്. ലോകാരോഗ്യ സംഘടന അപ്രൂവ് ചെയ്താലാണ് ഈ സാധനം ആളുകൾക്ക് കുത്തിവയ്ക്കാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം പൂർത്തിയാക്കി, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള വളരെ ദീർഘമായ ഗവേഷണം കഴിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ചില ആളുകൾക്ക് ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള അവരാണ് കോടതിയിൽ പോയത്, കേസാക്കിയത്. അത് പരിഗണിക്കുമ്പോൾ ഒരു കമ്പനി, ഈ ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി ആദ്യഘട്ടത്തിൽ എന്താണ് ഇതിന് ഫണ്ട് ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനി നേരിട്ട് ഇത് റിസർച്ച് നടത്തുന്ന കമ്പനിയല്ല. ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്ന കാര്യം, ഈ മരുന്ന് കുഴപ്പമാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ, ഈ മരുന്നിന് അപകട സാധ്യത ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്യാൻ ലീഗലി അധികാരമുള്ള ഒരു ഏജൻസി അല്ല ആസ്ട്രാസെനക്ക. അവർ ഇതിൻ്റെ പേറ്റൻറ്റ് കയ്യിലുള്ള, ഇതിന് പണം മുടക്കിയ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ മൊത്തം കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴില്ല. അതുമാത്രമല്ല, വാക്സിനുകളാകെ പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തുണ്ട്. വാക്സിൻ എടുക്കാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ സയൻസിൻ്റെ ഒരു വലിയ സംഭാവനയാണ് വാക്സിൻ. വസൂരിക്കെതിരായിട്ട് വാക്സിനുണ്ട്, നമുക്ക് ഇവിടെ എന്തിനെതിരായിട്ടാണ്, പോളിയോക്കെതിരെ വാക്സിനുണ്ട്. ആ വാക്സിൻ ഡ്രൈവുകളാകെ വലിയ വിജയത്തിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, സാമൂഹ്യ ആരോഗ്യത്തെ എത്തിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ തന്നെയും വാക്സിൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വാക്സിൻ ഒരു വലിയ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് നമ്മളെ പലതരത്തിൽ കുഴപ്പത്തിലാക്കാനാണ്, നമ്മുടെ റീപ്രൊഡക്ഷൻ എബിലിറ്റിയെ ഇല്ലാതാക്കാനുള്ളതാണ്, മരുന്ന് പരീക്ഷണമാണ് എന്നൊക്കെയുള്ള വലിയ ഗൂഢാലോചന സിദ്ധാന്തം ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചില മേഖലകളിൽ ഇപ്പോഴും വാക്സിൻ എടുക്കാത്ത, വാക്സിനെ എതിർക്കുന്ന ആളുകൾ വളരെ സജീവമായിട്ടുണ്ട്. അത്തരം ഈ അബദ്ധവാദക്കാരുടെ അവരുണ്ടാക്കുന്ന ഒരു ഹൈപ്പാണെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്ന ഒന്ന്. ഒരു കമ്പനി ചില ആളുകൾക്കുണ്ടായിട്ടുള്ള ചില അപകടങ്ങളെ ചൊല്ലി ഒരു കേസ് ഉണ്ടാകുന്നു. ആ കേസിനകത്ത് കമ്പനി ഈ മരുന്നിന് ഇത്തരം സാധ്യതകളുണ്ടെന്ന് വേറെ ഏത് മരുന്നിനെക്കുറിച്ചും ഒരു കമ്പനി പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയുന്നു. രേഷ്മ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വാക്സിൻ കുഴപ്പമായിരുന്നു, ഇതിനകം എത്ര ആളുകൾ മരിച്ചു പോകേണ്ട നേരം കഴിഞ്ഞു, എത്ര ആളുകൾക്ക് എന്തെങ്കിലും ഗുരുതരമായ അപകടം ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഞാൻ കോവിഷീൽഡ് വാക്സിൻ എടുത്താണ് 2 തവണ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത രാവിലെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കൊരു തളർച്ചയുണ്ടോ എന്നൊരു പ്രശ്നം തോന്നുന്നു. എൻ്റെ കണ്ണിനൊരു കാഴ്ചക്കുറവ്, ബ്ലർ ആവുന്നുണ്ടോ, എനിക്ക് മുടിഞ്ഞു. ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്ക്, ആൾക്കാർ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇതായിരുന്നു സംഭവം എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ആളുകൾ ഇത് കണക്ട് ചെയ്യുകയാണ്. സത്യത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് തുടക്കത്തിൽ എടുത്ത ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഈ തലമുറയെ എപ്പോഴെങ്കിലും കൊല്ലാൻ വാക്സിനകത്ത് പതിയിരിക്കുന്നു വിചാരിക്കുന്ന കഥയുണ്ടെന്ന് തോന്നുന്നില്ല. സയൻസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. സയൻസ് കൊണ്ടുവന്നിട്ടുള്ള സംഭാവനകൾ കൊണ്ടാണ് ഈ ലോകം മുന്നോട്ട് ചലിക്കുന്നത്. സയൻസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അത് നമുക്ക് സംഭാവന തരും. അതിനെന്തെങ്കിലും പിഴവ് വന്നാൽ പിഴവുണ്ട്, ഇതിന് ഇത്ര പാർശ്വഫലങ്ങളുണ്ടെന്ന് സയൻസ് അഡ്മിറ്റ് ചെയ്യും. അതും പരിഹരിക്കാൻ അത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ആളുകളാകെ അബദ്ധമാണ്, കുഴപ്പമാണ് എന്ന് ഞാൻ ഇത്രയും വായിച്ചിട്ട് ആളുകളോട്, ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. വാക്സിൻ സ്വീകരിച്ച ഒരാൾ നിലയ്ക്ക് ഞാൻ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്. എനിക്കത് ഉണ്ടാക്കിയ ആളുകളിലെ വിശ്വസിക്കാനാണ് തോന്നുന്നത്, മറിച്ചൊന്നുമില്ല. ഈ വാക്സിൻ വിരോധികൾക്കൊരു വളവിട്ട് കൊടുക്കലാണോ ഈ വാർത്ത? ഇത് ബ്രിട്ടനിൽ 2021 കോവിഷീൽഡ് എടുത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്യുന്നു, കോടതിയെ സമീപിക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുക. ഈ വാദത്തിൽ ഒരിക്കലും ആസ്ട്രാസെനക്ക പറഞ്ഞിട്ടില്ല ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ട്, അതായത് ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ അവർ കൈമാറിയിട്ടുള്ള രേഖയിൽ വളരെ റെയറായി, വളരെ അപൂർവമായി അങ്ങനെ സംഭവിച്ചേക്കാം. ചിലപ്പോൾ അവർ ഈ 3 വർഷത്തിനുള്ളിൽ അവർ കണ്ടെത്തിയതായിരിക്കാം അങ്ങനൊരു സാധ്യത, ഇതിനങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായേക്കാമെന്ന് അവർ തന്നെ കണ്ടെത്തിയതായിരിക്കും. അവരത് സമ്മതിക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് എല്ലാ കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്കും ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നല്ല അവർ സമ്മതിച്ചത്. അങ്ങനെ ഉണ്ടായേക്കാം, റെയറായിട്ട് ഉണ്ടായേക്കാം എന്നുള്ളത്. അതെല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാ വാക്സിനുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് കൃത്യമായി നിരന്തര ഗവേഷണത്തിലൂടെയാണ് ആ സൈഡ് എഫക്ട്സ് എന്താണെന്ന് കണ്ടെത്തുക പോലും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് വലിയ വാർത്തയാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം 2020 ശേഷം, ഈ കോവിഡ് വന്നതിന് ശേഷം യുവാക്കളായ ആളുകളിലെ ഹാർട്ട് അറ്റാക്ക് കൂടിയിട്ടുണ്ട്. പലരും ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജോഗിങ്ങിന് മുമ്പ് മരിക്കുന്നു. വളരെ പെട്ടെന്ന് ചെറുപ്പക്കാർ 40 വയസ്സ് താഴെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഈ കോവിഡിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ ICMR അതിനെക്കുറിച്ച് പ്രത്യേകമായി തന്നെ പഠിച്ചു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഈ കോവിഡ് തന്നെ അതിന് കാരണമാണ്. കോവിഡ് ബാധിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഹാർട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് കോവിഡ് വന്ന ആളുകളോട് കുറഞ്ഞതൊരു 3 വർഷത്തേക്കെങ്കിലും ഹാർഡായിട്ടുള്ള ഈ വർക്കൗട്ടൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വന്ന അഡ്മിഷൻ ഉണ്ടല്ലോ, അതായത് ആസ്ട്രാസെനക്കയുടെ അഡ്മിഷനെ അതുമായി ആളുകൾ ചേർത്ത് വായിക്കുകയാണ്. നിരന്തരം ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, സ്ട്രോക്ക് ഉണ്ടാകുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വാക്സിൻ കൊണ്ടാണ് എന്ന ഒരു തീർപ്പിലേക്ക് ആൾ എത്തുകയാണ്. അപ്പോൾ ICMRന്റെ പഠനത്തിന് ശേഷം അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, വാക്സിൻ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സഡൻ ഡെത്ത് അതിന് കാരണമാവുന്നില്ല, അത് കോവിഡ് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ കോവിഡ് ക്രിട്ടിക്കലായിട്ട് കോവിഡ് വന്ന ആളുകൾ, രൂക്ഷമായി കോവിഡ് ബാധിച്ച ആളുകൾ അമിതമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നത് നിർത്തണം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ വാക്സിനുമായി ചേർത്ത് വയ്ക്കുകയും വാക്സിൻ മൊത്തം കുഴപ്പമാണ്, വാക്സിൻ എടുത്താൽ അതുണ്ടാവും. ഇപ്പോൾ പോളിയോ വാക്സിനെതിരെ നടന്ന പ്രചാരണം നമുക്കറിയാമല്ലോ. പോളിയോ വാക്സിനെതിരെ, ഡിഫ്തീരിയ വാക്സിനെതിരെയൊക്കെ നടന്ന പ്രചാരണം, വാക്സിൻ എടുക്കാത്ത ആളുകൾ സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം, അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ രസം എന്താണെന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ വാക്സിൻ വിരുദ്ധർ കൂടുതലുള്ളതെന്നാണ്. വാക്സിൻ വിരുദ്ധർ ഏറ്റവും കൂടുതൽ അമേരിക്കയിലും യൂറോപ്പിലുമാണ്. അതിൻ്റെ ഒരു നല്ല പങ്ക് കേരളത്തിലുമുണ്ട്. കുറച്ച് പേര്. ഏറ്റവും കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ പറയുന്ന മിസ്ഇൻഫർമേഷൻ, ഇത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകളുണ്ട്. ഈ ഫാർമ ഇൻഡസ്ട്രി തന്നെ ഒരു ഗൂഢാലോചനയാണ്, അതൊരു മുതലാളിത്തത്തിൻ്റെ ഗൂഢാലോചനയാണ്. ആളുകളെ മരുന്ന് കഴിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന, ലാഭം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ വ്യാപകമായി പരത്തുന്നുണ്ട്. അപ്പോൾ അത് വിശ്വസിക്കാൻ ആവശ്യമായ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ആൾക്ക് ആശുപത്രിയിൽ നിന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇത്രയും നടന്ന ലൈഫിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചില ചൂഷണങ്ങളൊക്കെ ആലോചിച്ച് ഉണ്ടാവും. ചൂഷണം നടത്തുന്ന ആളുകളൊക്കെ ഡോക്ടർമാരിലും ആരോഗ്യ പ്രവർത്തകരിലും ആശുപത്രികളിലൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയാണ്. ഈ സിസ്റ്റം തന്നെ, ഹെൽത്ത് സിസ്റ്റം തന്നെ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. അപ്പോൾ പലതരത്തിലുള്ള ആംഗിളുകൾ ഈ വാക്സിൻ വിരുദ്ധത, മോഡേൺ സയൻസിനോടുള്ള അവിശ്വാസം, ഇത് വളർത്തുന്നതിൽ പലതരത്തിലുള്ള തൽപരകക്ഷികളുണ്ട്. പലതരം ഐഡിയോളജിയാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. ചിലർക്കിത് എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ള ബിലീഫുള്ള ആളുകൾ ഉണ്ടാവും. മറ്റു ചിലർ മുതലാളിത്ത വിരുദ്ധരായ ആളുകളുണ്ടാവും അതിൽ, കാരണം മുതലാളിത്തമാണല്ലോ ഇതിനെ റൺ ചെയ്യുന്നത്. മറ്റു ചിലർ ഈ മോഡേൺ സയൻസിനോട് തന്നെയുള്ള അവിശ്വാസം, പിന്നെ വ്യത്യസ്തതരം അന്ധവിശ്വാസങ്ങൾ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പ്രകൃതി ചികിത്സകർ വളരെ പ്രധാനപ്പെട്ട ഒരാൾക്കാരാണ് അവർ. കാരണം പ്രകൃതി കൊണ്ടെല്ലാം മാറും, വേറെ കെമിക്കലൊന്നും ഉപയോഗിച്ചാൽ ചികിത്സ പാടില്ല എന്നൊക്കെ ധരിക്കുന്ന, ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ക്യാൻസർ മാറും എന്ന് വിശ്വസിക്കുന്ന, എനിക്ക് വളരെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഫ്രൂട്ട് തെറാപ്പി എന്നാണ് പറയുക. ക്രോണിക് ക്യാൻസർ ബാധിച്ച സ്വന്തം ശ്രീനിവാസനല്ലേ, ഇതെൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. സ്വന്തം പിതാവിന് ക്യാൻസർ ബാധിച്ചിട്ട് ഫ്രൂട്ട് തെറാപ്പി നടത്തി അവസാനം പെയിൻ സഹിக்க വയ്യാതെ ഒരു മനുഷ്യൻ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാളാണ്. അതിന് വിധേയമാണ്. ക്രോണിക് ക്യാൻസറുള്ള ആൾക്ക് ഫ്രൂട്ട് തെറാപ്പി നടത്തി. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സയൻസിനോടുള്ള വിശ്വാസം, വാക്സിനോടുള്ള വിശ്വാസം, മോഡേൺ മെഡിസിനോടുള്ള വിശ്വാസത്തിന് പിന്നിൽ വ്യത്യസ്തതരം ഐഡിയോളജികളുണ്ട്. ആ ഐഡിയോളജികളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം കൂടി ആയി ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാറുന്നുണ്ട്.
അതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, യൂറോപ്പിലായതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാം, അവിടുത്തെ കോടതി ഇത് പരിഗണിക്കുന്നു, വാദം കേൾക്കുന്നു, കമ്പനിയെ വിളിച്ചു വരുത്തുന്നു, മൊഴി രേഖപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോഡിയുടെ പടം ഉണ്ടായിരുന്നു, നമുക്ക് ആ ഒരു കേസ് കൊടുക്കുക, കമ്പനിയെ വിളിച്ചു വരുത്തുക. ഇവിടെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കെതിരെ വാർത്ത കൊടുത്ത വയറിനോട് അത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറഞ്ഞ നാടാണിത്. അപ്പോൾ അവിടെ ആയതുകൊണ്ട് ഇതൊക്കെ നടന്നു, അവരെ കൂടെ അവരോട് ചോദ്യം ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല, രാജ്യത്തിനെതിരായി പോകും വാക്സിനെതിരെ വേണ്ടിയാൽ. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കാരണം സർട്ടിഫിക്കറ്റിൽ പടം ഇരിക്കുകയാണ്. യെസ്. അപ്പം തൽക്കാലം അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ശാസ്ത്രത്തെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം.